എന്താ ഇത്? അതെ, ഇപ്പൊ വിസിറ്റിംഗ് ടൈം അല്ലല്ലോ. വിസിറ്റിംഗ് ടൈം അല്ല, പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ബ്ലഡ് കൊടുക്കാൻ വന്നതാ. ബ്ലഡ് കൊടുത്തില്ലേ? ഇനി എന്താ? സിസ്റ്ററെ, ഈ കിടക്കുന്നത് എൻ്റെ എല്ലാമായ ഹസ്ബൻഡാ. ഞാനല്ലാതെ അദ്ദേഹത്തിന് നോക്കാൻ വേറെ ആരുമില്ല. കുറച്ച് സമയം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നോട്ടെ. ഇപ്പൊ വിസിറ്റേഴ്സിന് അനുവദിക്കാൻ പറ്റില്ല. ഡോക്ടർ കണ്ട എന്റെ ജോലി പോവും. പ്ലീസ് സിസ്റ്റർ, 2 മിനിറ്റ് ഇവിടെ ഞാൻ ഒന്നിരുന്നോട്ടെ പ്ലീസ്. ശരി, അധികം സമയം എടുക്കരുത്. വൈഫായോണ്ടാ ഞാൻ സമ്മതിക്കുന്നേ. താങ്ക് യു സിസ്റ്റർ. ഒരു കാര്യം പറയാൻ മറന്നോ? ഇത് പേഷ്യന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ചുമ്മാതല്ല നിങ്ങൾ ഡൈവോഴ്സ് ആവശ്യപ്പെട്ടത്. അവളെ കല്യാണം കഴിക്കാനുള്ള പുറപ്പാടായിരുന്നല്ലേ? വേറൊരുത്തിയുടെ കഴുത്തി കെട്ടാനുള്ള താലിച്ചരടും പോക്കറ്റ് ഇട്ടുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ കയ്യിൽ ഡൈവോഴ്സ് പെറ്റീഷൻ തന്നത് അല്ലേ? അവസാനത്തെ പോക്ക് പോയതും രണ്ടും കൽപ്പിച്ചായിരുന്നു. എന്നിട്ട് എന്ത് പറ്റി? വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പണ്ടേതോ കവി പാടിയിട്ടുണ്ട്. വെട്ടിക്കൂട്ടി ഇറച്ചിക്കട പോലെയല്ലേ കിടക്കുന്നത്. അല്പം ജീവൻ ബാക്കി വെക്കണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ട് എനിക്ക്. എന്തായാലും താൻ ചാവില്ലാന്ന് എനിക്ക് ഉറപ്പായി. ഈ ചെയ്തതിനൊക്കെയുള്ള മറുപടി താൻ പാതി ജീവനോടെ എഴുന്നേറ്റ് വരുമ്പോ ഞാൻ തിരിച്ചു തരും. അങ്ങനെ തിരിച്ചു തരാൻ എനിക്കെന്തേലും യോഗ്യതയുണ്ടോന്ന് തനിക്ക് ചിലപ്പോൾ തോന്നും. പക്ഷേ ഇതാണ് എൻ്റെ ശരി. എൻ്റെ ഭിക്ഷയാടോ തൻ്റെ ഇനിയുള്ള ജീവിതം. ഒരുത്തിയും തന്നെ അന്വേഷിച്ച് വരുവേയില്ല. ഇത് ഭദ്രമായിട്ട് ഞാൻ എൻ്റെ കൈ സൂക്ഷിക്കും. നെല്ലിശ്ശേരിയിൽ ഇനി താൻ ജീവിക്കാൻ പോകുന്നത് എൻ്റെ ചൊൽപ്പടിക്ക. ആനെ ചട്ടം പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഞാൻ തല്ലി പഠിപ്പിക്കും. അതിനിടയ്ക്കെങ്ങാനും താൻ ചത്തുപോയാ ഇതും കൂടി തന്റെ പട്ടടയിലിട്ട് കത്തിക്കും ഞാൻ. ഓ, ഇന്നത്തിനൊരു തെളിവ് വേണമല്ലോ. അപ്പൊ ഓക്കെ, ടേക്ക് റെസ്റ്റ്. ഇതെന്താന്നറിയോ? മഞ്ഞച്ചരടിൽ കോർത്ത ഈ താലി നന്ദേട്ടന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ഇപ്പൊ നീ ആലോചിക്കുന്നത് ഇതുവരെ ഞാൻ കാണിച്ച ദുഃഖമെല്ലാം വെറും അഭിനയായിരുന്നോ എന്നല്ലേ? അതെ, അഭിനയായിരുന്നു. യഥാർത്ഥത്തിൽ അയാൾക്ക് ആക്സിഡന്റ് പറ്റിയതിൽ എനിക്കൊരു ദുഃഖം ഉണ്ടായിരുന്നില്ല.
അർച്ചനയ്ക്ക് ആദ്യത്തെ അടി കിട്ടിയത് നല്ല ബെസ്റ്റായിരുന്നു. രണ്ടാമത്തെ അടി അവൾക്ക് കിട്ടുന്നത് അവളുടെ സ്വന്തം വീട്ടിൽ നിന്നാണ്. അതിനെന്താ ഒരു വഴി? ഹലോ, സുഖാണോന്ന് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മീരാന്ന് എനിക്കറിയാം. ഞാനും ഇപ്പൊ ഏതാണ്ട് അതേ അവസ്ഥയിലാ. നന്ദേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ മീരയ്ക്കറിയാലോ. നന്ദേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട്? അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. എല്ലാരും ആകെ തകർന്ന അവസ്ഥയാ. ഞാൻ പറയാൻ പോകുന്നത് മീര വിശ്വസിക്കുമെന്നറിയില്ല, പക്ഷെ സത്യം അതാ. എന്ത് സത്യം? ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യം. മീര ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യം. മനസ്സിലായില്ല. എന്റെ നന്ദേട്ടൻ ഇപ്പൊ ഈ കിടക്കുന്ന അവസ്ഥയ്ക്കും അനൂപ് ജയിലിൽ പോയതിനും എല്ലാം കാരണം അർച്ചനയുടെ വയറ്റിൽ ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിന്റെ ജാതകദോഷം.